നമസ്കാരം. ഇന്ന് ഞാൻ മാർക്കോയും അതുപോലെ തന്നെ ബാറോസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഉണ്ണിമുകുന്ദൻ നായകനായിട്ടുള്ള മാർക്കോ 30 കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. മോഹൻലാൽ നായകനായിട്ട് മോഹൻലാൽ സംവിധാനം ചെയ്തിട്ടുള്ള ബാറോസ് ഏകദേശം 100 കോടിയാണ് ബഡ്ജറ്റ്. മാർക്കോ ഏകദേശം 10 ദിവസം കൊണ്ട് 60 കോടി കളക്ഷൻ നേടിയപ്പോൾ ബാറോസ് 3 ദിവസം കൊണ്ട് വെറും 7 കോടി രൂപയാണ് കളക്ഷൻ നേടിയിട്ടുള്ളത്. ഏകദേശം മാർക്കോ ഞാൻ വിചാരിക്കുന്നത് ഏകദേശം 100 കോടി എന്തായാലും കടക്കുമെന്നുള്ളതാണ്. 180 കോടി ചിലപ്പോൾ കടന്നേക്കാം. എന്നാൽ ആ സ്ഥാനത്ത് ബാറോസ് നിലവിൽ ഒരു 15 കോടി കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം 20 കോടി കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മാർക്കോക്ക് 30 കോടിയാണ് ബഡ്ജറ്റ്. ഈ ചിത്രം തിയേറ്ററുകളിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ 90 കോടി നേടണം. എന്തായാലും 90 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കോ ഒരു വലിയ സൂപ്പർ ഹിറ്റ് ആവും. പിന്നെ OTTയും സാറ്റലൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ലെവലിലുള്ള ഹിറ്റുകളായിട്ടാണ് മാർക്കോ പോവുക. എന്നാൽ അതേ സമയത്ത് ബാറോസിലോട്ട് പോവുകയാണെങ്കിൽ 100 കോടി ബഡ്ജറ്റുള്ള ചിത്രത്തിന് 300 കോടി കളക്ഷൻ നേടണം. എന്തായാലും 300 കോടിയുടെ ഒരു 10% 30 കോടിയും പോലും തിയേറ്ററിൽ നിന്ന് കിട്ടാതെ ഈ സിനിമ ഒരു വലിയ തോതിലുള്ള പരാജയം 2024 തന്നെ, അല്ലെങ്കിൽ ഇതുവരെയായിട്ട് മലയാള സിനിമയിൽ കണ്ടതിൽ ഏറ്റവും വലിയ പരാജയത്തിലോട്ട് ബാറോസ് പോവുകയാണ്. അതിൻ്റെ OTTയും സാറ്റലൈറ്റൊക്കെ വിറ്റുപോകുമോ എന്നുള്ളത് നാം ആലോചിക്കേണ്ടതാണ്. അങ്ങനെ മാർക്കോയും ബാറോസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർക്കോ വലിയ വിജയത്തിലോട്ടും ബാറോസ് വലിയ തോതിലുള്ള പരാജയത്തിലോട്ടുമാണ് പോകുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.